അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കൂടും. മഴ പിന്നെ തട്ടിയെടുക്കണുണ്ട്. ഏതായാലും സൂക്ഷിക്കുക എല്ലാവരും. ഞങ്ങളെവിടെ സൂക്ഷിക്കാൻ പറഞ്ഞ കറണ്ട് കമ്പി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. മരക്കൊമ്പ് യാത്ര ചെയ്യുമ്പോഴൊക്കെ ആർക്കും ഒരാപത്തും അല്ലാഹു വരുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം, എന്നോട് ലൈവിലാണെങ്കിലും കമൻറ്റിൽ കൂടെ ആണെങ്കിലും ഒരുപാട് ആളുകൾ സാജിയുടെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു. ഒരു ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതായത് അവളെ ഉമ്മാൻ്റെ വോയിസ് ഒരു ചാനൽ ഏതോ ഒരു സഹോദരനെടുത്ത് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന് മറുപടിയായി സാജിദ എൻ്റെ സഹോദരി കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ ഏത് മാനസിക അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഉമ്മാക്കും അതുപോലെ തന്നെയാണ്. പിന്നെ എന്നാലും മിഞ്ഞാന്നായിട്ട് കുറേ വീഡിയോസുകൾ പ്രശ്നങ്ങളുള്ള വീഡിയോസുകൾ ഇടുന്നുണ്ട്. ഒരുപാട് വീഡിയോസുകൾ വെളിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയാൻ തന്നെ എനിക്കറിയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ കുടുംബത്തിലുള്ള വിഷയം അവർക്ക് മാത്രമേ ഉള്ളൂ, ഞമ്മക്കറിയില്ല. ഇന്നാൾ ഞാനൊരു വീഡിയോ മറ്റേ സാജിയോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ആരോ ഒരാൾ വന്നിട്ട് അതിൽ കമൻറ്റ് ഇട്ടിക്കണു, സാജിയുടെ പേര് വെച്ചാൽ മറ്റേ വ്യൂസ് കിട്ടും അതുകൊണ്ടാണല്ലേന്ന്. കാരണം അപ്പോൾ നല്ലത് പറയാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നല്ലത് പറഞ്ഞാലും മടി, ചീത്ത പറഞ്ഞാലും മടി. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. പക്ഷെ ഞാൻ ഒരാളെയും ഉപദ്രവിക്കാനോ ചെളി വാരി അടിക്കാനോ റീച്ച് കിട്ടാനോ വേണ്ടില്ല. റീച്ച് കിട്ടാനെന്ന് വെച്ചാൽ റീച്ച് വേണം. കാരണം എൻ്റെ വീഡിയോ ഇടുമ്പോൾ ആളുകൾ കണ്ടാലല്ലേ എനിക്ക് റീച്ച് ഉണ്ടാകുള്ളൂ, എനിക്ക് എന്തെങ്കിലും എണിച്ച് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പക്ഷെ ആ വീഡിയോയിൽ ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എന്നെക്കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ കിട്ടുന്ന റീച്ചുകൾ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അതേമാതിരി തന്നെ എനിക്കിപ്പോൾ പരിചയമുള്ള നൂറാന്ന് പറഞ്ഞിട്ടൊരു സഹോദരി, 42 വയസ്സുണ്ട്. അവർ കിടപ്പ് രോഗിയാണ്. അവർക്കൊരു വീൽ ചെയറിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർ വീൽ ചെയർ കാരണം ഇരുന്ന് അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീൽ ചെയറിന് ഒരു ഭാഗം തളർന്നിക്കുകയാണ്. അപ്പോൾ അത് ചികിത്സിച്ച് മാറ്റാൻ പണമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവരെ വീഡിയോ എടുത്തിട്ട് മസ്റൂറ ഫാത്തിമ നെജില എടുത്തിട്ട് ഒരു വീഡിയോസ് ചെയ്തിരുന്നു, ചാരിറ്റി വീഡിയോ ചെയ്തിരുന്നു. അതിലെന്തോ കുറച്ചൊരു ഏണിങ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ ഒരാഴ്ചയായി ഞങ്ങൾ ഈ ലൈവിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹറിലും ദുബായിലും ഉള്ള ആൾക്കാർ ഇത് കാണുന്നത് കൊണ്ട് അവരോട് പറയുന്നത് കൊണ്ടും അവർ കുറച്ച് പൈസ ഇപ്രാവശ്യം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അള്ളാ എന്നെക്കൊണ്ട് പറ്റണമെങ്കിൽ ഞാനും അയക്കാമെന്ന് കരുതിയിട്ടാണ്. ഈ ഒരു 2-3-4 ദിവസം കഴിയട്ടെ. കാരണം എന്താ വെച്ചാൽ മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ജോലി ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു ഇതിലാണ്. അപ്പോൾ ഞാൻ ചെയ്യും അവൾക്ക്. പക്ഷേ കുറച്ച് ദിവസം കൂടി ആവട്ടെ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു വരുമാനം നമുക്കും വേണമല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും ഒരാളെ സഹായിക്കണമെങ്കിൽ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ആ സഹോദരി അവളുടെ ഒരു വീഡിയോ എൻ്റെ ചാനലിലൂടെ ഇടാൻ പറഞ്ഞ് സമ്മതം തന്നിട്ടുണ്ട്, വോയിസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ ആ ഒരു വീഡിയോസ് എൻ്റെ ചാനലിലൂടെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ചാരിറ്റി വീഡിയോ ചെയ്യാനല്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഉപകാരം ആർക്കെങ്കിലും ആകുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ വീഡിയോയിലൂടെ അവളുടെ ചാനലിനെ അവളൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്, സഹായിക്കണേ, അധികാരികളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്നൊരു സഹായം ഞാൻ ചെയ്യാം എന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുമുണ്ട്. കുറേ ആൾക്കാരോട് ബഹറിനിലുള്ള പട്ടാമ്പി താത്ത എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ട്. അവരും ഞങ്ങളുമൊക്കെ ആയിട്ടിപ്പോൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ ചാനലിലൂടെ ഞാൻ ലൈവിലൂടെ പറയുകയും അവരെ നമ്പർ എനിക്ക് തരികയും വാട്സപ്പ് എടുക്കുകയും അതിലൂടെ ഈ നൂറ ബ്ലോഗ്സിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ഫോൺ നമ്പർ അയച്ചു കൊടുക്കുകയും വാട്സപ്പിലൂടെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ യൂട്രസിൽ 4 മുഴയാണ്. അപ്പോൾ എണിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, എണിച്ച് നിന്നാൽ കിട്ടുന്ന വിറയ്ക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് 4 മുഴയും ഉടനടി റിമൂവ് ചെയ്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഇടുപ്പിലൊരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, എണിച്ച് നിൽക്കാൻ അവൾക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരാളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ളൊരവസ്ഥയിലൊന്നും അല്ല സാജിദ ഉള്ളത്. സാജിദക്കൊക്കെ ജീവിക്കാൻ ഇപ്പോൾ വഴിയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തോ എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ കണ്ടിട്ടില്ല, അറിയില്ല. അപ്പോൾ സാജിയുടെ ഉമ്മയുടെ വോയിസൊക്കെ കേട്ടപ്പോൾ നല്ല സങ്കടം തോന്നി. സാജിദ പറയുന്ന കേട്ടപ്പോഴും വിഷമം തോന്നി. രണ്ടാൾക്കും സപ്പോർട്ട് നിൽക്കുകയല്ല. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ, നമ്മൾക്കറിയില്ല. സാജിയുടെ ജീവിത സാഹചര്യങ്ങളും സാജിയുടെ ഉമ്മയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ പാവങ്ങളായി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കമൻറ്റിന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചോദിച്ചു എന്താ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനത് അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് അഭിപ്രായം പറയാൻ അറിയാഞ്ഞിട്ടോ വയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിന്തിക്കാൻ ബോധമില്ലായിട്ടൊന്നല്ല. പക്ഷെ പറയാൻ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അള്ളാഹു ഇന്നലെ മിഞ്ഞാന്ന് 2-3 ദിവസമായിട്ട് കുറച്ച് വോയിസുകളും വീഡിയോസുകളും കണ്ടു. നമുക്കൊന്നും കേട്ടിരിക്കാൻ പറ്റാത്ത മാതിരിയുള്ളത്. അപ്പോൾ അവരും അവരെ പടച്ചോനി ആയിക്കോട്ടെ, എനിക്കതിൽ അഭിപ്രായം പറയാനില്ല. ഞാൻ നല്ലത് മാത്രമേ പറയുള്ളൂ. ആർക്ക് വേണ്ടിയാണെങ്കിലും, സാജിക്ക് വേണ്ടിയാണെങ്കിലും ഉമ്മാക്ക് വേണ്ടിയാണെങ്കിലും ആർക്ക് വേണ്ടിയാണെങ്കിലും നല്ലതും സമാധാനത്തിൻ്റെ വഴിയിലൂടെ പോകാനേ ഞാൻ പറയുള്ളൂ. കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. എന്നോടായിരിക്കും ദേഷ്യം വന്നിട്ട് വിഷമം വന്നിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞതിനൊന്നും എന്നോട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ഒരു അനിയത്തിനോട്, എൻ്റെ ഒരു മകളോട് പറയുന്നത് മാതിരിയുള്ള ഒരു ഉപദേശം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവർ അനുഭവിക്കുന്നത് അവരുടെ കുടുംബത്തിൽ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞമ്മക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. പിന്നെ നമ്മൾ എൻ്റെ അടുത്താണ്, എൻ്റെ കണ്ണിൽ കാണുന്നതാണെങ്കിൽ ഞാൻ വെട്ടിത്തുറന്ന് ഞാൻ ചെയ്തേനെ വീഡിയോ. കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്ന സത്യമാണെങ്കിൽ ഞാൻ ചെയ്തേനെ. അത് കാണാത്തോടത്തോളം കാലം നല്ലത് മാത്രമേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ആർക്കാണെങ്കിലും. ഞാൻ പല എൻ്റെ വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ കണ്ണിൽ കാണാത്ത ഒരു ഇത് ഞാൻ എങ്ങനെയാണ് അതല്ല സത്യം ഇതാണ് സത്യം എന്ന് എന്നെക്കൊണ്ട് പറയാൻ കഴിയില്ല. കാരണം അവരെവിടെയോ ജീവിക്കുന്ന ആൾക്കാരാണ്. പത്തിരിപ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് അവൾ വീഡിയോസ് കൂടെ പറയണോണ്ട് ഞാൻ കേൾക്കണത്. ആ സ്ഥലം പോലും എനിക്കറിയില്ല. പിന്നെ അവരവിടെ നടക്കണത് സത്യമാണോ മറ്റതാണോ എന്ന് എനിക്ക് അങ്ങനെ അറിയാനാ. അവളും പറയുന്നുണ്ട്, ഉമ്മയും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ടിലും സത്യം ഏതെന്ന് എൻ്റെ കണ്ണിൽ കാണാത്തോടത്തോളം ഞാനതിലെ കുറിച്ച് സപ്പോർട്ടായിട്ടോ അല്ല സത്യതയോ പറയാൻ ഞാൻ ആളല്ല. ഒന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കുടുംബത്തിലുള്ള ഉമ്മാനെയും ബാപ്പാനെയും സഹോദരന്മാരെയും എല്ലാം സോഷ്യൽ മീഡിയയിലിട്ടിട്ട് സ്വയം അപമാനിതയാകുന്നത് നല്ലതല്ല. ഉമ്മയാണെങ്കിലും മോളാണെങ്കിലും, എൻ്റെ ഉമ്മാനെ ഞാൻ എൻ്റെ ഒരു താത്തയായിട്ടും മോളെ ഞാൻ എൻ്റെ ഒരു മോളായിട്ടും അല്ല അനിയത്തിയായിട്ടും ഞാൻ കണക്കാക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാവുന്ന മാനസികാവസ്ഥയിലല്ല അവരെന്നുള്ളത് എനിക്ക് അവരുടെ വീഡിയോസുകൾ കാണുമ്പോൾ, സാജിയുടെ വീഡിയോസുകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്രയേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും വീഡിയോ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും കമൻ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മൾക്കല്ല ഈമാനും മാഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അതേമാതിരി തന്നെ മരണസമയത്ത് ഈമാനോടുകൂടി നമ്മളെല്ലാം മൗത്താക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസിൽ കാണാം ആയുസ്സോടെ ഉണ്ടെങ്കിൽ.